ഇന്നലെ കോൺഗ്രസിൻ്റെ ഒരു വിപുലമായ പരിപാടി നടന്നു. മഹാപഞ്ചായത്ത് നടന്നത്. ഇതിൽ സാധാരണ ജനങ്ങളുടെ വീക്ഷണത്തിൽ, എൻ്റെയും കൂടിയുള്ള വീക്ഷണത്തിൽ എന്താണ് അവിടെ നടന്നത്? 4 പ്രമുഖ നേതാക്കന്മാരെ, കേരളത്തിലെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരെ അവിടെ വീഴ്ത്തുകയാണ് ചെയ്തത്. ശശി തരൂരിനെ, സുധാകരനെ, രമേശ് ചെന്നിത്തലയെ, നമ്മളെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ, ഈ 4 പേരെയും അവിടെ വീഴ്ത്തുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. അവിടെ വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചത്. ഈ പരിപാടി നല്ലൊരു വിജയമാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നു. ആദ്യം കോൺഗ്രസ് പ്രവർത്തകയായ ഒരു സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചു, കേരളത്തിൽ നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അതിനൊരു വ്യക്തമായ മറുപടി ഞാൻ കണ്ടില്ല. പിന്നെ രണ്ടാമത് ഒരു ബംഗാളിയാണ് ചോദിച്ചത്. അത് രാഹുലിനോട് കൂടിയാണ് ചോദിച്ചത്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, ബംഗാളിൽ ഒരു പുരോഗമനവും കാണുന്നില്ലല്ലോ, കേരളത്തിൽ ഇത്ര കണ്ട് പുരോഗമനം വരും ചെയ്തിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ് എന്നുള്ളത്. അതിനുള്ള മറുപടി രാഹുലിന് പറയാൻ പറ്റിയില്ല എന്നുള്ളതല്ല, അവിടെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യ സഖ്യത്തിനെതിരായിരുന്നു ആ ചോദ്യം. ഇനി അത് BJP-ക്കാർ ചോദിപ്പിച്ചതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഈ 2 ചോദ്യങ്ങളോട് കൂടി ആ മഹാഗഠബന്ധൻ എന്നുള്ള പരിപാടി പറ്റ ഫ്ലോപ്പാണ് ഉണ്ടായത്. ഈ സംഭവം ഒന്ന് കണ്ടു നോക്കൂ. രാഹുൽ ഗാന്ധിയുടെ പരിപാടി കളറാക്കാൻ 500 രൂപയും ബിരിയാണിയും കൊടുത്ത് പരമാവധി ആളെ കൂട്ടി. മലയാളികളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പരിപാടി തുടങ്ങി. പക്ഷേ ഇങ്ങനൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ച് കാണില്ല. കേരളത്തിൽ മുഴുവൻ പ്രശ്നമാണേ, ഇവിടെ ആകെ മൊത്തം നശിച്ചേ എന്ന് 3-4 മണിക്കൂറെടുത്ത് രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും പ്രസംഗിച്ച ശേഷം സംഭവിച്ചത് ഇതാണ്. നമ്മുടെ നേതാവ് നിങ്ങളുമായി ഒരു 5 മിനിറ്റ് ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും 1, 2, 3 പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ सर, मुझे ये बताइए, केरला इतना डेवलपमेंट है, बंगाल इतना घिसा हुआ क्यों है? കോൺഗ്രസ് നേതാക്കളെല്ലാം വായിൽ പഴം പുഴുങ്ങിയതിട്ട അവസ്ഥയിലായി.